KTU മുൻ VC സിസ തോമസ് വിഷയത്തിൽ സർക്കാരിന് തിരിച്ചടി. സിസ തോമസിന് പെൻഷനും കുടിശ്ശികയും 2 ആഴ്ചയ്ക്കുള്ളിൽ നൽകണമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിട്ടു. സർക്കാരും സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറും മറുപടി നൽകണമെന്നും നിർദ്ദേശം. ഗോപാൽ ശിലാസനൽ വിശദാംശങ്ങൾ നൽകും. ഗോപാൽ, സിസ തോമസിന്റെ വിഷയത്തിൽ എന്താണിപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവ്? സൈഫുദ്ദീൻ, 2022 ഗവർണറുടെ ശുപാർശ പ്രകാരം ഉത്തരവ് പ്രകാരം സാങ്കേതിക സർവകലാശാലയുടെ താൽക്കാലിക VC ആയി ഡോക്ടർ സിസ തോമസ് ചുമതല ഏറ്റെടുത്തിരുന്നു. ആ വിഷയത്തിൽ സർക്കാരിന്റെ അനുമതി ഇല്ലാതെ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ സ്വന്തം നിലയ്ക്ക് ചുമതല ഏറ്റെടുത്തു എന്ന് കാണിച്ചുകൊണ്ടാണ് അച്ചടക്ക നടപടിക്ക് സർക്കാർ അന്ന് തീരുമാനമെടുത്തത്. അതുപ്രകാരമാണ് സർവീസ് ആനുകൂല്യങ്ങളും അതിനോടൊപ്പം തന്നെ പെൻഷനും അടക്കമുള്ള തടഞ്ഞു വെക്കാനുള്ള തീരുമാനമെടുത്തത്. ഇതിനെതിരെ സിസ തോമസ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നു. ആ ഹർജിയിലാണ് ഇപ്പോൾ സിസ തോമസിന് അനുകൂലമായി വിധി വന്നിരിക്കുന്നത്. താൽക്കാലിക പെൻഷനും കുടിശ്ശികയും 2 ആഴ്ചക്കകം നൽകണം എന്നതാണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിൽ പറയുന്നത്. 2023 മുതലുള്ള താൽക്കാലിക പെൻഷൻ ഇത് പ്രകാരം നൽകേണ്ടതായിട്ടുണ്ട്. കൂടാതെ തന്നെ ഇത്ര കാലവും എന്തുകൊണ്ട് സ്ഥിരം പെൻഷനും അതിനോടൊപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങളും നൽകിയില്ല എന്നുള്ള കാര്യം വിശദീകരണമായി നൽകാനും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറും സർക്കാരും ഇതുപ്രകാരം മറുപടി ഫയൽ ചെയ്യണം എന്ന് അറിയിപ്പിൽ പറയുന്നു. കൂടാതെ തന്നെ ഈ സിസ തോമസിന്റെ ഹർജിയിൽ പ്രധാനമായും ഉന്നയിച്ചിരുന്ന ഒരു ആരോപണം തനിക്കെതിരായ നടപടിക്രമങ്ങൾക്ക് പിന്നിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി ആയിട്ടുള്ള C. അജയനാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായി കൂടി ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പ്രകാരം അദ്ദേഹത്തിനും പ്രത്യേകം നോട്ടീസ് അയച്ച് വിശദീകരണം വാങ്ങാനുള്ള ഒരു തീരുമാനം കൂടി ഉത്തരവിലുണ്ട്. എന്തായാലും അടിയന്തര സ്വഭാവത്തോടു കൂടി തന്നെ ഈ വിഷയത്തിൽ തീരുമാനം വരുമ്പോൾ അത് സർക്കാരിന് തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം സിസ തോമസ് ഇപ്പോൾ ഗോപാൽ ശിലാസനലാണ് വിശദാംശങ്ങൾ നൽകിയത്.